അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, കാലചക്രത്തിൻ്റെ വേഗത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും വന്നു പോകുന്നത് നമ്മൾ അറിയുന്നു പോലുമില്ല. രാവും പകലും മാറി മറിയുകയാണ്. കാലാവസ്ഥയിൽ പോലും മുമ്പെങ്ങുമില്ലാത്ത അവസ്ഥാന്തരങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവരസാങ്കേതിക വിദ്യയും ശാസ്ത്രങ്ങളുമൊക്കെ കൂടുതൽ അഡ്വാൻസ്ഡായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങളില്ലാത്തവർ നമ്മൾ മനുഷ്യർ മാത്രമാണ്. ഭൗതികമായ പല മാറ്റങ്ങളും ചിലപ്പോൾ നമ്മളിൽ കണ്ടേക്കാം. എന്നാൽ നമ്മുടെ ജീവിത വിജയത്തിൻ്റെ നിദാനമായ ആത്മീയമായ മാറ്റങ്ങൾ, ഉന്നതമായ എന്നാൽ നമ്മുടെ ജീവിത വിജയത്തിൻ്റെ നിദാനമായ ആത്മീയമായ മുന്നേറ്റങ്ങളും മാറ്റങ്ങളുമല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. വരൂ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ആത്മീയ യാത്ര നടത്താം. മാറ്റങ്ങൾ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? എല്ലാവരും മാറ്റങ്ങളെ കൊതിക്കുന്നുണ്ട്. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണല്ലോ. ഒരു നിമിഷം മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ. പക്ഷേ ആ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മൾ നന്നായി പരിശ്രമിക്കുകയും ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥ വിജയം നമ്മളെ തേടിയെത്തുന്നത്. മാറ്റങ്ങളുടെ ഉറവിടം നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിലാണ് യഥാർത്ഥമായ മാറ്റങ്ങൾ സംഭവിക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണല്ലോ, അലാ ഇന്ന ഫിൽ ജസദി മുദ്അത്തുൻ ഫഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലഹു അലാ വഹിയൽ ഖൽബ് ഖാല ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അറിയണേ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ നിങ്ങളുടെ ശരീരം മുഴുവനും നന്നായി. അത് മോശമായാൽ നിങ്ങളുടെ ശരീരം മുഴുവനും മോശമായി. അത് നിങ്ങളുടെ ഹൃദയമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരുപാട് അറിവും ഭൗതിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ആരെയും പരിശുദ്ധനാക്കുന്നില്ല. മറിച്ച് ഹൃദയവിശാലതയുള്ള ആളുകൾക്ക് ഈ പറയപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഒരു അലങ്കാരമാണ്. നമ്മുടെ മാറ്റങ്ങൾ നമ്മുടെ അറിവ് കൊണ്ട് മാത്രം സാധ്യമല്ല. അറിവിനോടൊപ്പം നിരന്തരമായി ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ അകമ്പടി കൂടി ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പരിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തുന്ന ഇടങ്ങളിലെല്ലാം വല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത്, അള്ളാഹുവിനെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തുവരും എന്നാണ് അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. ഈ സംസ്കരണമാണ് നമ്മൾ നേടേണ്ടത്. ഈ മാറ്റത്തിലൂടെയാണ് നമ്മുടെ ആത്മീയമായ വളർച്ചയും മാറ്റങ്ങളും നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഉറച്ച തീരുമാനങ്ങളും നിലപാടുകളും, ഏത് സാഹചര്യത്തിലും ദീനിൻ്റെ വിഷയത്തിൽ യാതൊരുവിധ കോംപ്രമൈസിനും നമ്മൾ തയ്യാറാവരുത്. എല്ലായ്പ്പോഴും എല്ലാ കാലങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും യഥാർത്ഥ ആദർശവാദിയായി പരിശുദ്ധമായ ദീനിൻ്റെ അടയാളങ്ങളെ മുറുകെ പിടിക്കുന്ന യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ബഹുമാന്യനായ വ്യക്തിത്വം എന്ന് പറയുന്നത് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവനാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ്. എന്താണ് സൂക്ഷ്മത? എന്താണ് തഖ്വ എന്ന് പറയുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹിഹി, അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളെ ശിരസാ വഹിക്കുകയും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ ചെയ്യാതിരിക്കലുമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും സൂക്ഷ്മമായ ജീവിതം. ആ തഖ്വ ഉണ്ടാവുന്നത് അവന്റെ ഖൽബിലാണ് എന്ന്, ഹൃദയത്തിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. നമുക്ക് മാത്രമേ അതിന് കഴിയൂ. നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള മാറ്റങ്ങളും ജീവിത വിജയവും നമ്മളെക്കാളേറെ ആഗ്രഹിക്കുന്ന അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ആർക്കാണ് നമ്മളെ അതിൽ നിന്നു തടയാനാവുക? അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൻ്റെ മറ്റൊരിടത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്, ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഈ മന്ത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെയും മാറ്റുകയില്ല, അവർ സ്വയം മാറാൻ തീരുമാനിച്ചാലല്ലാതെ. നമ്മുടെ ഹൃദയത്തിൽ ഒരു മാറ്റത്തിൻ്റെ, ഒരു പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ കടന്നു വരണം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. എന്നും ഒരുപോലെയുള്ള ജീവിതം, തീരുമാനങ്ങളില്ല, നിലപാടുകളില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ മതി എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നു മാറി യഥാർത്ഥമായ വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള അതിയായ മാറ്റത്തിൻ്റെ ആഗ്രഹം ഉണ്ടാവേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. അപ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞതും അള്ളാഹുവാണ്. ഏറ്റെടുത്ത വാഗ്ദാനങ്ങൾ ഇത്ര മനോഹരമായി പൂർത്തീകരിക്കുന്ന ആൾ അല്ലാഹുവല്ലാത്ത മറ്റാരാണ്? ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, ഏറ്റെടുത്ത വാഗ്ദത്തങ്ങൾ അള്ളാഹു ഒരിക്കലും ലംഘിക്കാറില്ല എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം അങ്ങ് മാറ്റി ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് ഉയരാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. മാറ്റങ്ങൾ നടക്കേണ്ടത് സാവധാനമാണ്. കൊച്ചു കൊച്ചു സൽക്കർമ്മങ്ങൾ പരിശീലിക്കുക, കൂടെ തുടർച്ച മുറിയാത്ത ജീവിതശൈലിയാക്കുക. പിന്നീടങ്ങോട്ട് സ്വഭാവ ശുദ്ധീകരണവും ഹൃദയ പരിവർത്തനവും മെല്ലെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ അറിവിനോടൊപ്പം നമ്മുടെ അമലുകൾ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഹൃദയങ്ങൾ നന്മയുടെ വഴിയിലൂടെ മാറ്റത്തിൻ്റെ പുതിയ പ്രതീക്ഷകളുമായി മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.